നമസ്കാരം. വിശേഷ ദിവസങ്ങളിലോ അല്ലാതെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലോ നമ്മൾ വീട്ടിലേക്ക് ഒരു അതിഥി എത്തിക്കഴിഞ്ഞാൽ ഒരു പാത്രം നിറച്ചും നമ്മൾ എന്ത് ചെയ്യും, പലതരത്തിലുള്ള സ്നാക്സ് അവരുടെ മുമ്പിൽ കൊണ്ടുവെക്കാറുണ്ട്, ഒപ്പം ഒരു ചായയും. അപ്പോൾ ആ സ്നാക്സിനകത്ത് എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റമാണ് ഏത്തക്ക ചിപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഏത്തക്ക ചിപ്സ് ഇല്ലെങ്കിൽ മലയാളി ഇല്ല എന്നൊരു രീതിയിലേക്ക് പോലും നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും ഏത്തക്ക ചിപ്സ് വാങ്ങിച്ച് കഴിക്കുന്നത് ഒരു നല്ലൊരു ടേസ്റ്റിയുള്ള ഒരു സ്നാക്സ് തന്നെയാണ് ബനാന ചിപ്സ് എന്ന് പറയുന്നത്. ബനാന ചിപ്സ് മാത്രമല്ല, മറ്റുള്ള ഒരുപാട് തരത്തിലുള്ള ചിപ്സ് ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ചിപ്സ് നമുക്ക് ഉണ്ടാക്കിയിട്ട് എങ്ങനെ പ്രതിമാസം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഈ ചിപ്സ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരു കുടുംബശ്രീയുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട്. അതിൻ്റെ സാധ്യതകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. 2018 കാലഘട്ടങ്ങളിൽ ഒരു പയ്യൻ ഈ ഏത്തക്ക ചിപ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് കോടികളുടെ ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. ഭാഗ്യവശാൽ അദ്ദേഹത്തിനെ നേരിട്ട് എനിക്ക് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ധനം മാഗസിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നിടത്ത്. അതുകൂടി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോ ഒന്നുകൂടി ചെയ്യണം. ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ചിപ്സ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ആദ്യമായി തന്നെ ഞാൻ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ മിന്റിൻ്റെ ഒരു ആർട്ടിക്കിൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ ഒരു ആർട്ടിക്കിൾ കാണാൻ പറ്റും. അഷീർ ഇൻവെസ്റ്റ് ഇൻ ദിസ് കേരളാസ് ബനാന ചിപ്സ് മാനുഫാക്ചറിംഗ് ഫേം ക്ലോക്സ് 3-fold പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് 2022 ഒരു ആർട്ടിക്കിളാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് മാനസ് മധു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ബിയോണ്ട് സ്റ്റാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു ഫൗണ്ടറാണ്. ഇദ്ദേഹം ഉണ്ടാക്കിയത് ചിപ്സുകളാണ്. ഒരുപാട് ചിപ്സ് ഉണ്ടാക്കി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫേം നമുക്ക് കാണാം, പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുനോക്കാം. ഇതാണ് പ്രൊഡക്ട്സ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബനാന ചിപ്സ്, കേരള ബനാന ചിപ്സ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ആമസോണിൽ ഒരുപാട് ചിപ്സ് കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെ അറിയുന്നതിന് മുമ്പേ ഈ ചിപ്സ് കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളി പാക്കിംഗ് ആണ്. അപ്പോൾ കേരള ബനാന ചിപ്സ് എന്നൊക്കെ ആൾക്കാർ അടിക്കുമ്പോൾ സമയത്ത് പലപ്പോഴും ഈ ചിപ്സ് ഓൺലൈനിൽ നമുക്ക് കാണാം. ആമസോണിൽ കാണും, ഫ്ലിപ്കാർട്ടിൽ കാണും, മറ്റുള്ള ഷോപ്പിംഗ് സൈറ്റിൽ കാണും. ഇത് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ നമുക്ക് പറ്റും. ചെറിയ റേറ്റിലാണ്, ഓൾമോസ്റ്റ് 224, 120, 179 ഈ ഒരു റേറ്റിലാണ് ഇവരുടെ കളക്ഷൻസ് ഉള്ളത്. ഒരുപാട് ടൈപ്സ് സാധനങ്ങളൊക്കെയാണ് ബനാന റിലേറ്റ് ചെയ്തിട്ട് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ബനാന വെച്ചിട്ടുണ്ടാക്കുന്ന ഈ ചിപ്സൊക്കെ വിറ്റിട്ട് ഇവർ ഒരുപാട് പണം സമ്പാദിച്ചു, കോടികളുടെ പണം സമ്പാദിച്ചു. ഈ പറഞ്ഞ ഫുഡുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും മികച്ച ബിസിനസ് മാനുള്ള ഒരു അവാർഡ് കൂടി ഈ മാനസ് മധുവിന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ധനം മാഗസിനിൽ കിട്ടിയിരുന്നു. സോ 2018 കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പ്രൈവറ്റ് സ്റ്റാറ്റസ് ആണ്. ഇത് കമ്പനിയുടെ എംപ്ലോയീസിൻ്റെ അന്നത്തെ കണക്കാണ്, ഇപ്പോഴത്തെ കണക്ക് അറിയില്ല. ഇത് പഴയ ഒരു ഇഷ്യൂ ബുക്കിൻ്റെ പഴയ ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, ഇതിനകത്ത് കമ്പനിയുടെ വെബ്സൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ്ലി ഹെൽഡ് ആയിട്ടുള്ള കമ്പനിയാണ്. മാവേലിക്കര കോർപ്പറേറ്റ് ഓഫീസിൻ്റെ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആലപ്പുഴയിൽ. പക്ഷേ ഇപ്പോൾ ഇതുവരെ ആലപ്പുഴ, എനിക്കൊന്ന് ഹൈദരാബാദ്, ബാംഗ്ലൂരൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത്. ബിയോണ്ട് സ്നാക്സ് എന്ന പേരിൽ ചിപ്സ് ഉണ്ടാക്കിയിട്ട് കോടികൾ ഉണ്ടാക്കിയ ഇദ്ദേഹം ഒരു സക്സസ് സ്റ്റോറി. ഇദ്ദേഹം നമുക്കൊരു പാഠപുസ്തകം തന്നെയാണ്. ഇതുപോലെ ഞാനൊരു ലേഡിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 10 lakh പെർ മന്ത് 10 lakh വെച്ചിട്ട് ഏർണിങ്സ് ഉണ്ടാക്കുന്ന ട്രിവാൻഡ്രത്തെ ഒരു ലേഡിയെ കുറിച്ച്. അവരുടെ ഹസ്ബൻഡിന് സുഖമില്ലാത്ത സമയത്ത് അവർ സ്റ്റാർട്ട് ചെയ്തതാണ്. അതേപോലെ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തത് കുടുംബശ്രീ ചേമ്പ് ചിപ്സ് സ്റ്റാർട്ട് ചെയ്തത്. കുടുംബശ്രീ അത്തരത്തിലുള്ള ചിപ്സ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവർ പിന്നീട് കൊണ്ടുപോയോ എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം കുടുംബശ്രീ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അവർ നിരന്തരമായിട്ട് അതിനകത്ത് ആ ഒരു പ്രൊഡക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. എനിക്ക് തോന്നുന്നു അന്ന് അവർ ഇ-കൊമേഴ്സ് സ്റ്റോറിലൂടെയാണ് അവർ പ്രോഡക്റ്റൊക്കെ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? ഒന്ന്, ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ പഠിക്കണമെന്നാണ്. 90 ഡേയ്സിൻ്റെ ഒരു റൂള് ഞാൻ ജാനുവരി 1 ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 90 ഡേയ്സ് കൊണ്ട് ഈ ബിസിനസ്സിൽ ഒരു സംരംഭകനായിട്ട് വിജയിക്കാനുള്ള റൂള് ഞാൻ ഇട്ടിട്ടുണ്ട്. 90 ഡേയ്സ് ചാലഞ്ച്. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് മസ്റ്റായിട്ട് കാണണം. അതിലൊരു ഐഡിയ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഒരു 30 ഡേയ്സ് നമ്മൾ ഇതിൻ്റെ ലേണിങ്ങിനായിട്ട് മാറ്റി വെക്കുക. മീൻസ് ഇത് എങ്ങനെ ചിപ്സ് ഉണ്ടാക്കണം. ഇപ്പോൾ ചിപ്സ് ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടാവും. ഇനി ഉണ്ടാക്കാൻ അറിയുന്ന ആൾ പോലും ഇതിൽ നല്ല ഹൈലി സ്കിൽഡായിട്ട് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. മീൻസ് നല്ല ടേസ്റ്റിയോട് കൂടിയിട്ട് നല്ല ഹൈജീനിക്കായിട്ട് എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠനം നടത്താം. പഠനം നടത്തുന്ന യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളുണ്ട്, അത് നോക്കാം. അതുപോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള പല കോണ്ടന്റുകൾ കിട്ടും, അത് നോക്കാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്യാം. ലൈക്ക് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട് സെറ്റ്, RCTകൾ, ഒരുപാട് RCTകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ഈ RCTകളിലൊക്കെ ഇത്തരത്തിലുള്ള സ്നാക്സ്
ഉണ്ടാക്കുന്ന കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത്തരത്തിലുള്ള സ്നാക്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഗൂഗിളിനകത്ത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങൾ നമുക്ക് കിട്ടും. ആ സ്ഥലം എവിടെയാണ്, ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജില്ലയാണ്, അവിടെ ആ ഉണ്ടാക്കുന്ന ഏരിയയിൽ ബനാന ചിപ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഏരിയ കണ്ടെത്തി ആ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് വേണമെങ്കിൽ ഒരു കമ്പനിയിലെ ജോലിക്കാരനായിട്ട്, ആ കുക്കിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് കുക്കായിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ജോലിക്കാരനായിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. ഇനി അതിനോട് ഭയങ്കര പാഷനേറ്റ് ആണെങ്കിൽ, ബിസിനസ്സിനോട് പാഷനേറ്റ് ആണെങ്കിൽ, ഒരു ശമ്പളം പോലും വാങ്ങിക്കാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് തരാം, എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്കിതിനോടൊരു താല്പര്യമുള്ളത് കൊണ്ടാണ്, എനിക്കൊരു പാഷനേറ്റാണ് ഇതിന്. അങ്ങനെ പോയിട്ട് ആളെ കണ്ട് ആളുടെ കൂടെ നിന്ന് വേണമെങ്കിൽ 1 മാസം നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് സ്വന്തമായിട്ട് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം അടുത്ത 30 ഡേയ്സിൽ ഇതിൽ ആ ഒരു ബിസിനസ്സുകാരൻ നേരിടുന്ന ചലഞ്ചുകൾ എന്തൊക്കെയാണ്, ലൈക്ക് ഏതെങ്കിലും ഒരു കുടിൽ വ്യവസായമായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോക്കലി സെല്ല് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കും. അതിൽ അദ്ദേഹത്തിന് നേരിടുന്ന ചലഞ്ചുകൾ എന്തൊക്കെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണോ കൊടുക്കുന്നത്, നല്ല പാക്കിംഗ് ആണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ വരും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം നിങ്ങൾ അടുത്ത നെക്സ്റ്റ് 30 ഡേയ്സിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആദ്യം ഒരു ടെസ്റ്റ് ട്രയൽ നടത്തുക, ഉണ്ടാക്കുക, എന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഫ്രീ കൊടുക്കുക. ചിപ്സ് മാത്രം ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുക, അയൽവക്കത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫേസിൽ നല്ല പാക്കിംഗ് കവർ, ഒരുപാട് പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അത്തരത്തിലുള്ള കമ്പനികളെ ഫൈൻഡ് ചെയ്ത് ഏറ്റവും മികച്ച പാക്കിംഗ്, നല്ല അടിപൊളിയായിട്ടുള്ള ഗോൾഡ് ടൈപ്പിലുള്ള പാക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവരുടെ പ്രീമിയം പാക്കിംഗ് എന്ന രീതിയിൽ ആക്കിയിട്ട് ആ ഒരു പ്രീമിയം പാക്കിംഗ് സെറ്റപ്പ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇവർക്കൊക്കെ ഒന്ന് വെറുതെ കൊടുത്ത് എങ്ങനെയുണ്ട് എന്ന് നോക്കുക. അപ്പോൾ അവർ ആ പ്രീമിയം പാക്ക് അൺബോക്സ് പൊട്ടിച്ച് അതിനകത്തുനിന്ന് ഒരു ചിപ്സ് എടുത്ത് കഴിക്കുമ്പോൾ അവർക്ക് ഉള്ള ഫീലിങ്സ് വേറെ ആയിരിക്കും. അത് കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുണ്ട്, കുറവുണ്ടെങ്കിൽ പോലും അവർക്ക് ഭയങ്കര ടേസ്റ്റ് പോലെ ഫീൽ ചെയ്യും. മീൻസ് ലക്ഷറി പോലെയുള്ള ഒരു കവറുകളിൽ അച്ചാറുണ്ടാക്കിയിട്ട് വിറ്റിട്ടുണ്ടായിരുന്നു ഒരു ടീം. അവരുടെ അച്ചാറിന് 900 രൂപയും 1200 രൂപയൊക്കെയായിരുന്നു. സാധാരണ ഉണ്ടാക്കുന്ന സെയിം ടൈപ്പ് അച്ചാറായിരിക്കും, അതിനകത്ത് ചെറിയൊരു രുചി വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ടാവും, നല്ല പ്രീമിയം ആയിരിക്കും, ഹൈജീനിക് ആയിരിക്കും, കുറച്ച് എക്സ്പെൻസ് കുറച്ച് കൂടുതലായിരിക്കും. അത് പ്രീമിയം ബോട്ടിലിട്ട് കൊടുക്കുമ്പോൾ അതിന് റേറ്റ് വേറെ, അത് പ്രീമിയം ബ്രാൻഡായി. അതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇവരുടെ പാക്കിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഇവരുടെ ഫുഡ് നല്ല ഹൈജീനിക്കാണ്, വലിയൊരു പ്രോസസ്സ് യൂണിറ്റ് വർക്കുണ്ട്, ഹൈജീനിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ് യൂണിറ്റ്, അങ്ങനെ വൈഡായി. കാരണം വെച്ചാൽ അവർ ഇൻവെസ്റ്റ് ചെയ്തു, ചെറുങ്ങനെ തുടങ്ങി വലിങ്ങനെയായി. അപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നതിൽ തർക്കമൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യം തുടങ്ങി വെച്ച് നിങ്ങളുടെ എല്ലാവർക്കും കൊടുക്കുക. അത് സോപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടാക്കുന്നുണ്ടെങ്കിലും. ഇനി ചിപ്സിൽ ഒരാൾ ബനാന കണ്ടെത്തി, നിങ്ങൾ ബനാന ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ചേമ്പ് ചിപ്സ് ചെയ്യാൻ പറ്റും, അതുപോലെ നിങ്ങൾക്ക് ടപ്പയൊക്കെ ചിപ്സ് ചെയ്യാൻ പറ്റും, ജാക്ക് ഫ്രൂട്ട്സിൻ്റെ ചിപ്സ് ചെയ്യാൻ പറ്റും, പല തരത്തിലുള്ള സാധനങ്ങളുടെ അത് വെച്ചൊക്കെ ചിപ്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അത് വിൽക്കാം, വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ട്രെൻഡി ചിപ്സുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നല്ലൊരു സാധ്യതയാണ് ഈ ചിപ്സിനുള്ളത്, ഫുഡ് ഇൻഡസ്ട്രിയിലുള്ളത്. നല്ല ഹൈജീനിക്കായി ചെയ്യണം, ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുക്കണം, വീട്ടിലിരുന്ന് തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോം മെയ്ഡ് ചിപ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് വിൽക്കാം, വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ടീമായിട്ടോ ഒറ്റയ്ക്കോ ഒക്കെ ചെയ്യാൻ പറ്റും. അടുത്തുള്ള ജില്ലാ വ്യവസായ ഓഫീസറിനെ പോയിട്ട് അല്ലെങ്കിൽ താലൂക്ക് വ്യവസായ ഓഫീസറിനെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഐഡിയയും, ഇതിന് വല്ല ക്ലാസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഐഡിയയും, ഇതിന് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഗവൺമെൻറ് പ്രൊഡക്റ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ലൈക്ക് എന്നെ പോലുള്ള IT മേഖലയിലുള്ളവർ, ഞാനൊരു ആപ്പ് ഉണ്ടാക്കാൻ പോകുന്നു, ഞാനിപ്പോൾ വലിയൊരു ലേണിംഗ് ആപ്പ് ഉണ്ടാക്കാം, ഞാൻ ഒരു ആപ്പ് ഉണ്ടാക്കാൻ പോകുന്നു, ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. IT എന്ത് സാധനം കൊണ്ടൊരു ബാങ്കിലേക്ക് പോയാലോ അല്ലെങ്കിൽ ഒരു ഓഫീസറിന് മുമ്പിൽ പോയാലോ ഒരു 5 പൈസ ലോൺ കിട്ടില്ല. കാരണം സർവീസ് യൂണിറ്റാണ്. അതിനൊന്നും അവരൊരു വില കാണുന്നില്ല. എത്ര വലിയ കോടികൾ സമ്പാദിക്കാൻ പറ്റുന്ന പ്രോജക്റ്റ് ആയിരിക്കും, പക്ഷേ അതിനൊരു വില കാണില്ല, ഒരു 5 പൈസ മൂല്യം പോലും അവർ കാണില്ല. നേരെ മറിച്ചിട്ട് ഒരു ചേമ്പ് ചിപ്സോ ഏത്തക്ക ചിപ്സോ അല്ലെങ്കിൽ ടപ്പയൊക്കെ ചിപ്സോ വേറെ എന്തെങ്കിലും ചിപ്സോ ജാക്ക് ഫ്രൂട്ട് ചിപ്സോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങുകയാണ്, ഇന്ന പ്ലാന്റ് കാര്യങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ അവർക്കതറിയാം. അതിന് അവർ വിലയിടും, വലിയൊരു എമൗണ്ട് നമുക്ക് ലോൺ തരും. അങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മേഖലക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, അവർക്കാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. നാടുകളിൽ, അതായത് വില്ലേജുകളിലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ, പഞ്ചായത്തുകളിലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ up to 35% സബ്സിഡി കിട്ടും. നഗരപ്രദേശങ്ങളിൽ മീൻസ് മുനിസിപ്പാലിറ്റി ഏരിയയിലൊക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് 25% സബ്സിഡി കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 25% സബ്സിഡി, 10 ലക്ഷം രൂപയ്ക്ക് 2.5 ലക്ഷം തിരിച്ചടക്കേണ്ട, ബാക്കി 7.5 ലക്ഷം അടച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫ്രീ ട്രെയിനിങ് കിട്ടും.
ഇനി മാർജിൻ മണിയില്ലേ, അതിന് വേറെ മെത്തേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഗവൺമെൻറ് സപ്പോർട്ടും കിട്ടും. ആലോചിക്കുക, ബിസിനസ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതിൽ യാതൊരു തർക്കമില്ല. ട്രൈ ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അവരെ കൂടി കുടിൽ വ്യവസായം, വീടുകളിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങി മികച്ച രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മിനി ഷോണി സൈനിങ് ഓഫ്. ബൈ.